ഹായ് ഫ്രണ്ട്സ്, എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ഈവനിങ് സ്നാക്കുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ നല്ല ക്രിസ്പി ആയിട്ടുള്ള വെജിറ്റബിൾ സമോസ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് ഞാൻ കാണിക്കുന്നത്. നമ്മൾ നോർത്ത് ഇന്ത്യൻ സൈഡിലൊക്കെ പോയാൽ വേറൊരു ഷേപ്പിലുള്ള സമോസയാണ് കാണാറ്. നമ്മൾ ആ സമോസയാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് വീഡിയോയിലൂടെ കാണാം. അപ്പോൾ ഒരിക്കൽ കൂടി എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ വീഡിയോ ഇന്ന് പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അടുത്ത ദിവസം വീഡിയോ ഇടുമ്പോഴേ നിങ്ങൾക്ക് കാണാവുന്നതായിരിക്കും. ആദ്യം തന്നെ നമുക്ക് സമോസയ്ക്കുള്ള ബാറ്റർ റെഡിയാക്കാം. ഇവിടെ ഒരു 5 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഒരു 1.5 ടേബിൾ സ്പൂൺ അയമോദകം ആഡ് ചെയ്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ പാകത്തിന് ഉപ്പും കൂടെ ആഡ് ചെയ്യുക. അതിനുശേഷം പാകത്തിന് വെള്ളം ഒഴിച്ച് നമ്മൾ സാധാരണ ചപ്പാത്തിക്കൊക്കെ ഒഴിക്കുന്ന പോലെ തന്നെ ആ പരുവത്തിലാക്കി എടുക്കുക. അടുത്തതായിട്ട് പച്ചക്കറി എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഫസ്റ്റ് ഒരു ക്യാരറ്റ്, പിന്നെ ഒരു സവാള, ബീട്രൂട്ടിൻ്റെ ഹാഫാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് പച്ചക്കറി വേണമെങ്കിലും എടുക്കാവുന്നതാണ്. അതിനുശേഷം എല്ലാം ചോപ്പ് ചെയ്യുക. കുനുകുനാന്ന് അരിഞ്ഞാലും മതിയാവും. ഇതിപ്പോൾ ചോപ്പ് ചെയ്താണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇവിടെ. അടുത്തായിട്ട് വെജിറ്റബിൾസ് എല്ലാം ചോപ്പ് ചെയ്തിട്ടുണ്ട്. അച്ഛനാണ് ചോപ്പ് ചെയ്തത്, അതുകൊണ്ട് നല്ല ഭംഗിക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. ഞാൻ ചോപ്പ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അച്ഛനത് ചോപ്പ് ചെയ്യുന്ന ഇഷ്ടമായതുകൊണ്ട് അച്ഛനെല്ലാം ചോപ്പ് ചെയ്ത് തന്നു. അതുകൊണ്ട് സവാളയ്ക്ക് മാത്രം കുറച്ച് കളർ ചേഞ്ചായി. ബീട്രൂട്ട് അരിഞ്ഞതിന് ശേഷമാണ് അരിഞ്ഞുകൊണ്ട് കളർ ചേഞ്ചായി. അതുപോലെ തന്നെ നമ്മൾ ബാറ്ററി റെഡി ആയിട്ടുണ്ട്. ഒരു അരമണിക്കൂർ നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അവസാനം കുറച്ച് ഓയിൽ കൂടെ ആഡ് ചെയ്യുക, 1 ടേബിൾ സ്പൂൺ. അതിനുശേഷം അടുത്തതായി നമുക്ക് സമോസയ്ക്കുള്ള മസാല റെഡിയാക്കാനായിട്ട് ഒരു കടായി എടുക്കുക. കടായിൽ ഓയിൽ ആഡ് ചെയ്യുക. ഓയിലൊന്ന് ചൂടാകുമ്പോഴത്തേക്കും നമ്മുടെ 1/2 ടേബിൾ സ്പൂൺ ജീരകം, അതുപോലെ തന്നെ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത് ആഡ് ചെയ്തിട്ടുണ്ട്. അത് നല്ലോണം ഒന്നിൻ്റെ പച്ചമണം പോകുന്നോടം വരെ നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്യുക. അതിൻ്റെ പച്ചമണം ഒന്ന് മാറുമ്പോഴത്തേക്കും നമ്മൾ ആദ്യം അരിഞ്ഞു വെച്ചിരുന്ന സവാള ആഡ് ചെയ്യുക. സവാളയാണ്, ബീട്രൂട്ടല്ല. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ബീട്രൂട്ട് അരിഞ്ഞതിന് ശേഷം സവാള ചോപ്പറിലിട്ട് ആഡ് ചെയ്തപ്പോൾ കളർ ചേഞ്ച് ആയതാണ്. അത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം നമ്മൾ ബാക്കി അരിഞ്ഞു വെച്ചിരുന്ന പച്ചക്കറിയും കൂടെ ആഡ് ചെയ്യുക. ബീട്രൂട്ടും ക്യാരറ്റും ആഡ് ചെയ്ത് നല്ലോണം വഴറ്റിയെടുക്കുക, നല്ലോണം വേവിച്ചെടുക്കുക. അതിനോടൊപ്പം തന്നെ പാകത്തിന് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് നല്ലോണം മിക്സ് ചെയ്യുക. പിന്നെ കൂടാതെ തന്നെ 4 ഉരുളക്കിഴങ്ങ് വേവിച്ച് കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ അതിനുശേഷം നമ്മൾ അതിലോട്ട് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ മസാലയിലോട്ട്. പിന്നെ അതുകൂടാതെ തന്നെ ഒരു 1/2 കപ്പ് ഗ്രീൻ പീസ് വേവിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അടുത്തതായിട്ട് നമുക്ക് മസാല ഓരോന്നായിട്ട് ആഡ് ചെയ്യാം. ആദ്യം തന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ ചാട്ട് മസാല ആഡ് ചെയ്തിട്ടുണ്ട്. ഇത്ര ആഡ് ചെയ്ത് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. മസാലയുടെ പച്ചമണം ഒന്ന് മാറുമ്പോഴത്തേക്കും നമ്മുടെ വേവിച്ച് വെച്ചിരുന്ന ഗ്രീൻ പീസ് ആഡ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ നമുക്ക് ഉരുളക്കിഴങ്ങും കൂടെ ആഡ് ചെയ്യാവുന്നതാണ്, വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങ്.
ഉരുളക്കിഴങ്ങ് ആഡ് ചെയ്തതിന് ശേഷം നല്ലോണം അതിൻ്റെ വെള്ളം വറ്റിച്ചെടുക്കണം. അടുത്ത ആഡ് ചെയ്യുന്ന സമോസയുടെ ഷീറ്റ് നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇതുപോലെ ചെറിയ ചെറിയ ബോൾസുകളാക്കി മാറ്റുക. അടുത്ത ഒരു ബോൾ എടുത്തതിന് ശേഷം നമ്മൾ സാധാരണ ചപ്പാത്തിക്ക് പരത്തില്ല, അതുപോലെ തന്നെ ആ ഒരു പരുവത്തിന് പരത്തിയെടുക്കുക. അധികം തിക്നെസ്സും വേണ്ട, അധികം തിക്നെസ് കുറയ്ക്കുകയും വേണ്ട, കൂട്ടുകയും വേണ്ട. നോർമൽ തിക്നെസ്സിലെടുക്കുക. അതിനുശേഷം ഇത് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുക. അതിനുശേഷം നമ്മൾ 2 ടേബിൾ സ്പൂൺ മൈദ എടുത്തിട്ടുണ്ട്. അതിനോട്ട് ലേശം വെള്ളം ആഡ് ചെയ്ത് നമുക്കത് അതിന് ഒട്ടിക്കാനുള്ള പശയായിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ആദ്യം നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തില്ലേ, അത് നമ്മൾ ജസ്റ്റ് ഒന്ന് ലൈറ്റായിട്ടൊന്ന് ചുട്ടെടുക്കുക. അതുപോലെ തന്നെ എല്ലാം ചുട്ടെടുക്കുക. ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മതി, അധികം ചൂടാക്കണ്ട. അതുപോലെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ലൈറ്റായിട്ടൊന്ന് ചുട്ടെടുക്കുക. അതിനുശേഷം നമ്മൾ ചുട്ടെടുത്തില്ലേ, അതിപ്പോൾ അതിൻ്റെ ഹാഫാണിത്. അത് ഇതുപോലെ ട്രയാങ്കിൾ ഷേപ്പിലാക്കുക. അതിലോട്ട് ഇതുപോലെ ഞാൻ ഈ കാണിക്കുന്ന പോലെ തന്നെ ചെയ്യുക. ഇതുപോലെ പശ തേക്കുക ഒരു എൻഡിൽ. പശ എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം മൈദ മിക്സ് ചെയ്ത് വെച്ചിരുന്നു അത്. എന്നിട്ട് അതിൻ്റെ മറ്റേ എൻഡും ഈ എൻഡും കൂടെ ജോയിൻ ചെയ്ത് ഇപ്പോൾ നമ്മളൊരു ക്യാപ്പ് പോലെ ഇല്ലേ, നമ്മൾ ബർത്ത്ഡേ ക്യാപ്പൊക്കെ അതുപോലെ ആ ഒരു ഷേപ്പിലാക്കി എടുക്കുക. കണ്ടോ, ഇതുപോലൊരു ഷേപ്പിലാക്കി എടുക്കുക. അതിനുശേഷം അതിലോട്ട് നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ചിരുന്ന മസാല ഫില്ല് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക. നമ്മുടെ പശ തേച്ച് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക. ഇത് കണ്ടോ, ഈ ഒരു ഷേപ്പിലാക്കി എടുക്കുക നമ്മൾ. അതുപോലെ തന്നെ എല്ലാം റെഡിയാക്കി എടുക്കുക. ഇനി അടുത്തായിട്ടൊരു കടായി വയ്ക്കുക. കടായിൽ നിന്ന് ഓയിൽ ചൂടായതിന് ശേഷം നമ്മൾ ഓരോന്നായിട്ട് ചുട്ടെടുക്കുക. നല്ലോണം ഫ്രൈ ചെയ്യണം, ഡീപ്പ് ഫ്രൈ ചെയ്യണം. അങ്ങനെ നമ്മുടെ സമോസ റെഡിയായി. ടേസ്റ്റിയാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. എൻ്റെ ചാനലിൽ നിന്ന് പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ. താങ്ക് യു.